എല്ലാവർക്കും അയ്യോമിൻ്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക് മാത്സ് ആണ്. അതിൽ സെമസ്റ്റർ ഫസ്റ്റ്, അതിൽ മൊഡ്യൂൾ 1 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് കോർഡിനേറ്റ് ജിയോമെട്രി. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് സെക്ഷൻ എത്തി. അതിൽ നമ്മുടെ സെക്കൻഡ് സെക്ഷനാണ് കോർഡിനേറ്റ് ജിയോമെട്രി അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റായിട്ട് പഠിക്കാനായിട്ടുള്ളത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? അതായത് നമ്മൾ എക്സ് വൈ ആക്സസ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ. എക്സ് വൈ ആക്സസ് അല്ലേ, ഇതാണ് എന്ത് എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ്, ഇതാണ് എന്ത് നമ്മുടെ എന്താണ് എക്സ് വൈ ആക്സസ്. ഇവിടെ എന്താണ് രണ്ട് പോയിന്റ്സ് ആണ് എയും സിയും, അതായത് എയും സിയും എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് ഏതാ x1, y1. സി എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ് ആണ് ഏത് s2, y2. അങ്ങനെയാണെങ്കിൽ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് എ സി, എന്താണ് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ പഠിച്ചോണേ, റൂട്ട് ഓഫ് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് s2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. തിരിച്ചു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. x1 മൈനസ് s2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എന്താണ് എക്സ് വൈ ആക്സിസിലെ രണ്ട് പോയിന്റ് ആണ് എയും സിയും എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇതായി തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പറയാനായിട്ടുള്ളത് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ഒറിജിൻ. ഇതാണ് ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സും കൂടെ എന്താണ് ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഒറിജിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒറിജിൻ മുതൽ ഒരു പോയിന്റ്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒറിജിൻ ആണെന്ന് വിചാരിച്ചോ, അല്ലെ പോട്ടെ, എ നമുക്ക് ഒ എന്ന് തന്നെ കൊടുക്കാം അല്ലേ. ഒ എന്ന് പറഞ്ഞാൽ ഒറിജിൻ. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ്, നമുക്ക് തൽക്കാലം അതിന് എന്താണ് എക്സ് വൈ എന്നെടുക്കാം. ഏതാണ്ട് എക്സ് വൈ എന്നെടുക്കാം, എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കൂടാ, ഒ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. എന്തായിരിക്കും കൂടാ, റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഒറിജിനൽ എന്നുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ എക്സ് വൈ മാത്രം മതി. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സെക്ഷൻ ഫോർമുലയാണ്. സെക്ഷൻ ഫോർമുല അതായത് നമ്മുടെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനാണ് എ ബി എന്ന് പറയുന്ന ലൈൻ, എ ബി. ഇപ്പം എയുടെ കോർഡിനേറ്റ് ആണ് ഏതാ x1, y1, അതുപോലെ ബിയുടെ കോർഡിനേറ്റ് ആണ് ഏത് s2, y2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ എന്താണ്, പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കട്ട് ചെയ്യണം. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് m:n റേഷ്യോയിൽ കട്ട് ചെയ്യണം. ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്, m:n റേഷ്യോയിൽ കട്ട് ചെയ്യുകയാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, ആ ലൈനിന്റെ രണ്ട് കോർഡിനേറ്റ് ആണ്, എയുടെ കോർഡിനേറ്റ് ആണ് x1, y1, അതുപോലെ ബിയുടെ കോർഡിനേറ്റ് ആണ് ഏതാ s2, y2. അതിനെ പി എന്ന് പറയുന്ന പോയിന്റ് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്ന റേഷ്യോ എന്താണ്, m:n. അതായത് ഇവിടെ മുതൽ ഇതുവരെ എത്രയാണ് എമ്മും, ഇവിടെ മുതൽ പി മുതൽ ബി വരെ എന്താണ് എന്നും എന്ന് നിങ്ങൾ കണക്കാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പിക്ക് ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട് അല്ലേ. അതിലെ പിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. ഇതായിരിക്കും പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അതായത് പിയുടെ കോർഡിനേറ്റ് നമ്മൾ പറയാറില്ല, നമ്പറൊക്കെ വെച്ച് ചിലപ്പോൾ 10 അല്ലെങ്കിൽ 23. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, പിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണത്. mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n, അപ്പോൾ ഇത് ഇത്രയാകുമ്പോൾ എന്താണ് എക്സ് കോർഡിനേറ്റ് ആകും അല്ലേ. ഇനി നമുക്ക് എന്താണ് വൈ കോർഡിനേറ്റ് ഉള്ള കാര്യം കണ്ടുപിടിക്കാൻ, എന്താണ് my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. ഇതാണ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഫോർമുല. അവിടെ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് പോയിന്റ് ആണ്. അതായത് ഇതൊരു ലൈനാണ്, നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈനാണ് എ ബി. അതിൻ്റെ മിഡ് പോയിന്റ് ആണ് സി എന്ന് വിചാരിച്ചു. അതിൻ്റെ മിഡ് പോയിന്റ് ആണ് ആരുടെ, സി. എയുടെ കോർഡിനേറ്റ് നമുക്ക് സപ്പോസ് അറിയാം x1, y1, അതുപോലെ ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് s2, y2 ആണെങ്കിൽ സി മിഡ് പോയിന്റ് അല്ലേ. മിഡ് പോയിന്റ് സി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, മിഡ് പോയിന്റ് സിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും ഇവിടെ, ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇവിടുത്തെ എക്സ് വാല്യൂ എന്താണ്, x1 അല്ലേ. x1 പ്ലസ്
ഇവിടെ അതാരാണ് S2 x1 പ്ലസ് S2 ബൈ 2 കോമ ഇവിടെ ആരാണ്ടത് y1 അല്ലേ y1 പ്ലസ് y2 ബൈ 2. ഇതാണ് എന്ത് മിഡ് പോയിന്റ്. നമുക്ക് 1-2 പ്രോബ്ലംസ് ഇത് ചെയ്യാനുണ്ട് കേട്ടോ, ഇത് വെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് ആണ്. ഇവിടെ എന്താണ് ഈ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാമോ? അതായത് നമ്മളൊരു ട്രയാങ്കിളിന് 3 വെർട്ടിസസ് ഉണ്ട്. വെർട്ടിസ് പറഞ്ഞാൽ കോർണറാണ്. കോർണർ ഞാൻ തൽക്കാലം ABC എന്ന് കൊടുക്കുകയാണ്. ABC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും x1 കോമ y1. അതുപോലെ B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ S2 കോമ y2. അതുപോലെ C എന്ന് പറഞ്ഞാൽ S3 കോമ y3. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ കോർണർ പോയിന്റ് ആണ്. ഇത് കണ്ടോ, ഇതാണ് കോർണർ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെ എയും ബിയും സിയും. ഇവിടെ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. കണ്ടോ, ഈ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ. ഓക്കെ, എന്താണ്ട ഇവിടുന്ന് ഇതാ ഈ സിയിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ, നമ്മൾ അതിനെ പറഞ്ഞ പേരാണ് മീഡിയൻ. എന്ത് പറയൂടാ? മീഡിയൻ. അതുപോലെ ഇതാ ഇവിടെ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന അടുത്തൊരു മീഡിയൻ. കണ്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്ക്, അല്ലേ, സെൻറ്റർ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയൻ. അതുപോലെ ബിയിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എസിയുടെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ. അപ്പോൾ അതും എന്ത് തന്നെയാണ്? ഒരു മീഡിയനാണ്. അപ്പോൾ ഈ 3 മീഡിയനും കൂടെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഇങ്ങോട്ട് നടുക്കുണ്ട്, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ പറഞ്ഞ പേരാണ് സെൻട്രോയിഡ്. എന്താണ്? ആ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്. ആ ഒരു റെഡ് ഷെയ്ഡുള്ള ഒരു ഇത് കണ്ടോ, ഒരു പുള്ളി കണ്ടോ, അത് തന്നെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് തന്നിരുന്നു കഴിഞ്ഞാൽ ആ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നോക്കിക്കോ, അത് നമ്മൾ എക്സ് ആക്സിസ് അല്ലെ, എക്സിൻ്റെ വാല്യൂസ് എല്ലാം കൂട്ടും. ഈ 3 പോയിന്റിൻ്റെയും എക്സ് വാല്യൂസ് ആഡ് ചെയ്യും. x1 പ്ലസ് S2 പ്ലസ് S3 ഓൾ ഡിവൈഡഡ് ബൈ 3 കോമ y1 പ്ലസ് y2 പ്ലസ് y3 ഓൾ ഡിവൈഡ് ബൈ 3. ഇതാണ് എന്ത്? അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് x1 പ്ലസ് S2 പ്ലസ് S3 ഓൾ ഡിവൈഡ് ബൈ 3 കോമ y1 പ്ലസ് y2 പ്ലസ് y3 ഓൾ ഡിവൈഡഡ് ബൈ 3. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ഹാവിങ് വെർട്ടിസസ്. അതിൻ്റെ വെർട്ടിസസ്, ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടിസ് പറയുകയാണ് 2, 6, അതുപോലെ 4, 0, അതുപോലെ എന്താണ് 8. ഇതെന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ എക്സാമ്പിൾ 1 ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. 2, 6, 4, 0, 8. ഇത് 3 എന്താണ്ട? നമ്മളെ ട്രയാങ്കിളിലെ 3 പോയിന്റ്സ് ആണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? സെൻട്രോയിഡ് നമുക്ക് വേണമെങ്കിൽ O എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇവിടുത്തെ എക്സ് വാല്യൂ ഇതുണ്ട് 2, 4, 8 അല്ലേ. അപ്പോൾ 2 പ്ലസ് 4 പ്ലസ് 8 ഓൾ ഡിവൈഡ് ബൈ 3 കോമ അടുത്ത y വാല്യൂ എന്താണ്? ഇവിടുത്തെ y വാല്യൂ ആരാണ്? 6, 0, 2 അല്ലേ. അപ്പോൾ 6 പ്ലസ് 0 പ്ലസ് 2 ഓൾ ഡിവൈഡ് ബൈ 3. അപ്പോൾ 2 പ്ലസ് 4 പ്ലസ് 8 എന്ത് കിട്ടും ആൻസർ? 14 ബൈ 3 കോമ 6 പ്ലസ് 2 എന്താണ്? 8 അല്ലേ. 8 ബൈ 3. അപ്പോൾ ഇതായിരിക്കും ആ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി പോയിന്റ്സ് -4, 5, 2, -3 ആർ അറ്റ് ദി എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ. ഫൈൻഡ് ദിസ് റേഡിയസ്. അതായത് ഒരു സർക്കിളിൻ്റെ 2 എൻഡ് പോയിന്റ്സ്. എവിടുത്തെ എൻഡ് പോയിന്റ്സ്? ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ്. അപ്പോൾ നമുക്കറിയാടാ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഏറ്റവും വലിയൊരു കോഡാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ എയും ബിയുടെയും കോർഡിനേറ്റ് നമുക്കറിയാം. ഏതൊക്കെയുണ്ട്? -4, 5ഉം അതുപോലെ എന്താണ് 2, -3. അപ്പോൾ ഇത് രണ്ടുമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഫൈൻഡ് ദിസ് റേഡിയസ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഒരുപാട് വഴിയുണ്ട്. ഒന്നല്ലെങ്കിൽ എന്താണ്? ഡയമീറ്ററിൻ്റെ ഹാഫാണ് റേഡിയസ് എന്ന് നമുക്കറിയാം, അല്ലേ. ഒന്നുകിൽ നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? O കണ്ടുപിടിച്ചതിന് ശേഷം, O എങ്ങനെ കണ്ടുപിടിക്കും? മിഡ് പോയിന്റ് വെച്ച് O കണ്ടുപിടിച്ചതിന് ശേഷം O മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം, ഞാനിവിടെ എന്താണ്? ഡയമീറ്ററിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് A മുതൽ B വരെയുള്ള ലെങ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √S2 - x1 ഹോൾ സ്ക്വയർ. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങോട്ട് എടുക്കുകയാണ്. 2 - -4 ചെയ്യാണ്. 2 -
-4 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ y ആരാണ്ട y ഇവിടെ നിങ്ങോട്ട് വരികയാണ് 5 -3. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഒന്നല്ലെങ്കിൽ ഇവിടെ -4 -2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 -4 എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. രണ്ടാമത് 5 -3 എന്ന് എഴുതാം, അല്ലെങ്കിൽ -3 -5 എന്ന് എടുക്കാം. രണ്ടായാലും ആൻസർ എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. ഇവിടെ മൈനസുമായി ജോയിൻ ചെയ്ത് എന്താ കൂടാ, പ്ലസ് ആവും അല്ലേ. അപ്പൊ 2 + 4 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ മൈനസും കൊണ്ട് ജോയിൻ ചെയ്ത് എന്താവും, പ്ലസ് ആവും. 5 + 3 ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ട് 2 + 4 എന്ന് പറയുന്നത് എത്രയുണ്ടാ, 6 സ്ക്വയർ പ്ലസ് 5 + 3 8 ആണ്, 8 സ്ക്വയർ. ഇതിന് ആൻസർ എന്തായിരിക്കും, റൂട്ട് 6 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയുണ്ടാ, 36 + 64. നമുക്ക് ആൻസർ എന്തുണ്ട്, റൂട്ട് 100. റൂട്ട് 100ന്റെ വാല്യൂ ഉണ്ട് എത്രയുണ്ടാ, 10 ആണ്. അതായത് ഡയമീറ്റർ എന്താണ്ട ഇവിടെ, ഡയമീറ്റർ 10 ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും ഇവിടെ, റേഡിയസ് ഡയമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ 10/2 എത്രയാണ്, 5 എന്ന് കിട്ടും. 5 യൂണിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ, വളരെ ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് which divides the segment joining the points 2, 5 and 4, -2 internally in the ratio 3:4. അതായത് നമുക്കിവിടെ ഒരു ലൈൻ ഉണ്ട്, നമുക്ക് ഒരു ലൈൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ലൈൻ ഫസ്റ്റ് ലൈനാണ്, ലൈനിന്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ് 2, 5 അടുത്ത ഏതാണ്ടാ 4, -2 ആണ്. ഇതാണ് 4, -2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, നമുക്ക് തൽക്കാലം അതിന് പി എന്ന് കൊടുക്കാം. ഈ പി ആ ഒരു ലൈനെ കട്ട് ചെയ്യുന്ന റേഷ്യോ 3:4 ആണ്. അതാണ്ട് 3:4 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു ലൈനുണ്ട്, ആ ലൈനിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ആണ് ഇതൊക്കെ 2, 5 അതുപോലെ ഏതാണ്ട 4, -2. അപ്പോൾ അതിനെ എന്താണ്, ഒരു പോയിന്റ് കട്ട് ചെയ്യേണ്ട, ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് കട്ട് ചെയ്യുന്ന റേഷ്യോ 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ഇന്റേണലി എന്ന് പറയുന്നത് എന്താണ്ട, മീൻസ് ലൈനകത്ത് കട്ട് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. വളരെ ഈസിയാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താണ് പറഞ്ഞോളൂ, ms2 + nx1 / m + n, my2 + ny1 / എന്താണ് m + n. അപ്പോൾ പി എന്ന് പറയുന്ന കോർഡിനേറ്റ് ഏതായിരിക്കും, എം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്ടാ 3, എം എന്ന് പറഞ്ഞാൽ 3 ആണ്, എൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 3 ഇൻറ്റു ഞാൻ ഡോട്ട് കൊടുക്കുകയാണേ, 3 ഇൻറ്റു S2 വരെ ഇവിടെ ആരാണ്, S2, ഇത് x1 ഇത് S2, S2 വരെ ആരാണ്ടാ 4 ആണ്, 4 പ്ലസ് nx1, n എന്ന് പറഞ്ഞാൽ ആരാണ്ടാ 4 അല്ലേ. അപ്പോൾ 4 ഇൻറ്റു x1 ആരാണ്ടാ x1, ഇവിടുത്തെ x1 വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്, 4 ഇൻറ്റു 2 ബൈ m പ്ലസ് m എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 + 4, my2, m എന്ന് പറഞ്ഞാൽ m 3 ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ y2, ഇത് y1, 5y1 -2 y2. അപ്പോൾ 3 ഇൻറ്റു -2 പ്ലസ് n എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 4 ആണല്ലേ, 4 ഇൻറ്റു y1 എന്ന് പറയുമ്പോൾ ആരാണ്ട 5 ആണ്, 5/3 + 4. വീണ്ടും നമുക്ക് സോൾവ് ചെയ്യാം. പി എന്ത് കിട്ടും, 3 ഇൻറ്റു 4 എന്താണ്ടാ പറഞ്ഞോ, 12 പ്ലസ് 4 ഇൻറ്റു 2 8/3 + 4 7, 3 ഇൻറ്റു -2 എന്താണ്ടാ -6 പ്ലസ് 4 ഇൻറ്റു 5 എന്താണ്ടാ 20/7. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് നമുക്ക് എന്ത് കിട്ടും, പിയുടെ കോർഡിനേറ്റ് 12 + 8 എത്രയാണ്ടാ 20/7, -6 + 20, അപ്പോൾ എന്ത് കിട്ടും ആൻസർ 14 അല്ലേ, 14/7. അപ്പോൾ ഈ 20 സെവനോടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്താണ് ഈ 14 സെവനോടെ ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ 20/7, 2 എന്നുള്ള ആൻസർ കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഒരു എന്താണ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഈ ഒരു പോയിന്റ് ആൻസർ എന്താണ് പറഞ്ഞത്, 20/7, 2 ആണ്. വളരെ ഈസി അല്ലേടാ, വളരെ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എടാ നമ്മൾ ഈ അടുത്ത് പറയാൻ പോകുന്നത് ഒരു ലൈനിൻ്റെ സ്ലോപ്പാണ് കേട്ടോ. ഒരു ലൈനിൻ്റെ എന്താണ്ട സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിവെന്നാണ് മലയാളം.
അതായത് നമ്മുടെ ഒരു ലൈനാണ്. ഈ ഒരു ലൈനിന് ഞാൻ പേര് എൽ എന്ന് കൊടുക്കണം. എന്താ L1 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൈൻ നമ്മുടെ എക്സ് ആക്സിനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. കണ്ടോ? ഇതാണ് നമ്മുടെ എക്സ് ഡാഷ്. അപ്പോൾ ആ ഒരു ലൈനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മളിതിനെ പോസിറ്റീവ് ആംഗിൾ എന്ന് പറയും. പോസിറ്റീവ് ആംഗിൾ തീറ്റയാണെന്ന് ചോദിച്ചു. എത്രയേണ്ട? തീറ്റ. അതായത് ഇത്രയേ പറഞ്ഞുള്ളൂ. L1 എന്ന് പറയുന്ന ഒരു ലൈൻ അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ അത് എക്സ് ആക്സുമായിട്ട് അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയേണ്ട? തീറ്റയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ തീറ്റയാണ്. എന്താണ്ട? ടാൻ തീറ്റ. എന്താണ്ട? ടാൻ തീറ്റ. അതായത് സ്ലോപ്പിനെ നമ്മൾ സൂചിപ്പിക്കുന്ന സിമ്പിൾ എം ആണ്. അപ്പോൾ എം ഈക്വൽ ടു ടാൻ തീറ്റ. അതായത് ഒരു ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ലൈൻ എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അറിയാമെങ്കിൽ സ്ലോപ്പ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ ടാൻ വാല്യൂ എടുത്താൽ മതി. ടാൻ തീറ്റ എന്താണോ അതായിരിക്കും അതിൻ്റെ സ്ലോപ്പ്. ഇനി സപ്പോസ് നമുക്ക് ഒരു കാര്യം കൂടെ ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ എക്സ് ആക്സിസ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഈ ഒരു എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ പോകുന്നു വിചാരിച്ചു. അതായത് 90 ഡിഗ്രി ആയിട്ടാണ് ഒരു ലൈൻ പോകുന്നതെങ്കിൽ അവിടെ സ്ലോപ്പ് എന്തായിരിക്കും? എം ഈക്വൽ ടു ടാൻ 90 ആയിരിക്കും. എന്താണ്? എം ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ 90. ടാൻ 90യുടെ വാല്യൂ എന്താണ്ട? നോട്ട് ഡിഫൈൻഡ് ആണ്. എന്താണ്ട? നോട്ട് ഡിഫൈൻഡ്. അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു ലൈൻ്റെ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചാൽ എം ഈക്വൽ ടു ടാൻ 90 ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ സ്ലോപ്പ് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം നമുക്കറിയാം. എന്താണ്? ആ ഒരു ലൈൻ എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. വീണ്ടും അടുത്തൊരു വഴിയുണ്ട്. അതായത് ഒരു ലൈനിലെ 2 പോയിന്റ് നമുക്കറിയാം. അതായത് അതിലെ ഫസ്റ്റ് ഒരു പോയിന്റാണ് ആ ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഫസ്റ്റ് പോയിന്റാണ് എ. അതിൻ്റെ അഡ്രസ്സ് പറഞ്ഞാൽ ഏതാണ്ട് x1, y1. അതുപോലെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ s2, y2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എയും ഉണ്ട് ബിയും അറിയാം. അതായത് ആ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്ലോപ്പ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ സ്ലോപ്പ് ഒന്നും എഴുതില്ല കേട്ടോ, ഞാൻ എം എന്ന് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എം എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? സ്ലോപ്പാണ്. കാരണം നമുക്കത് ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങളുടെ എക്സാം പേപ്പറിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. ഇവിടുത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ ഈസിയാണ് കേട്ടോ. y2 മൈനസ് y1 ബൈ s2 മൈനസ് x1. എന്താ മുകളിൽ, അതായത് ന്യൂമറേറ്റർ ഭാഗത്ത് y2 മൈനസ് y1 ബൈ താഴെ എന്താണ്? s2 മൈനസ് x1. തിരിച്ചെഴുതിയാലും പ്രശ്നമൊന്നുമില്ല. y1 മൈനസ് y2 എന്ന് മുകളിൽ എഴുതിയാൽ താഴെ നിങ്ങൾ അവിടെ എന്ത് തന്നെ എഴുതണം? x1 മൈനസ് s2 തന്നെ എഴുതണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു മൈനസ് എക്സ്ട്രാ കയറി വരും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? എം ഈക്വൽ ടു y2 മൈനസ് y1 ബൈ s2 മൈനസ് x1. ഇനി പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സ്ലോപ്പിന് മറ്റൊരു പേരുണ്ട് കേട്ടോ, ഗ്രേഡിയൻ്റ്. എന്ത് പറയും നമ്മൾ? ഗ്രേഡിയൻ്റ് എന്ന് പറയും. ഗ്രേഡിയൻ്റ് എന്ന് പറയും. ഗ്രേഡിയൻ്റ് എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു സ്ലോപ്പിനെ പറയാറുണ്ട്. എപ്പോഴും നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം എവിടെയെങ്കിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിലോ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം 4 ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദി സ്ലോപ്പ് ആൻഡ് ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. അതായത് സ്ലോപ്പും കണ്ടുപിടിക്കണം, ആ സ്ലോപ്പ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. അതായത് തീറ്റയുടെ വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് തീറ്റ, ഇതാണ് തീറ്റ. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? എം. അതായത് നമുക്ക് എമ്മും കണ്ടുപിടിക്കണം, തീറ്റയും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 5, -2 ആൻഡ് 6, 5. അപ്പം നോർമലി നമുക്ക് സ്ലോപ്പ് എം കണ്ടുപിടിക്കാൻ പറ്റും. 2 പോയിന്റ് തന്നിരുന്നാൽ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും? എം ഈക്വൽ ടു y2 മൈനസ് y1 ബൈ s2 മൈനസ് x1. ഇവിടുത്തെ y2 വാല്യൂ വരാണ്ട y2, ഇത് y1, ഇതെന്താണ്ട y2, ഇത് y1, ഇത് y2. അപ്പോൾ y2 5 മൈനസ് 2 ബൈ s2 മൈനസ് x1. s2 വരാണ്ട 6 അല്ലേ? 6 മൈനസ് x1 വരാണ്ട 5. അപ്പോൾ മൈനസ് വെച്ചിട്ടുമ്പോൾ എന്താ കൂടാ? പ്ലസ് ആകും അല്ലേ? അപ്പോൾ 5 + 2 എന്താണ്? 7 ബൈ 6 മൈനസ് 5 1 ആണ്. ഇവിടെ 7 ബൈ 1 എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? 7 ആണ്. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? തീറ്റ, അതായത് ആംഗിൾ അല്ലേടാ വേണ്ടത്. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ സ്ലോപ്പിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്ട? ടാൻ തീറ്റ. എന്താണ്ട? ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സ്ലോപ്പ് തന്നെയല്ലേ? ടാൻ തീറ്റ ഈക്വൽ ടു
എം അല്ലേ. അപ്പോൾ ഇവിടെ ടാൻ തീറ്റ ഈക്വൾ അല്ലെങ്കിൽ എം ഈക്വൾ ടു ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ആണല്ലേ. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു ഇവിടെ എമ്മിൻ്റെ വാല്യൂ എത്രയുണ്ടാ? 7. ആ 7 എന്നുള്ള വാല്യൂ അതുപോലെ കൊടുക്കുക. നമുക്ക് ആംഗിളല്ലേ വേണ്ടത്. അപ്പോൾ ഈ ടാൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് എന്ന് എഴുതുക. ടാൻ ഇൻവേഴ്സ് 7. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ -5,2 ആൻഡ് 9,4. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? എം ഈക്വൽ ടു, ഞാൻ എഴുതുന്നില്ല, y2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ബൈ S2 എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? 9 മൈനസ് x1 ആരാണ്? -5. 4 മൈനസ് 2 ആണ് ആൻസർ. മൈനസ് മൈനസ് ജോയിൻ ചെയ്ത് അവിടെ പ്ലസ് ആവും. 9 പ്ലസ് എത്രയാവൂടാ? 14. 2 40 ക്യാൻസൽ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/7 എന്ന് കിട്ടും. അപ്പോൾ സ്ലോപ്പ് എത്രയുണ്ടാ? 1/7. അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ടാൻ തീറ്റ ഈക്വൽ ടു 1/7. അങ്ങനെ തീറ്റ എന്തായിരിക്കും? ടാൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താ കൂടാ? നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ടാൻ ഇൻവേഴ്സ് 1/7 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഇതെന്താണ്ട? സ്ലോപ്പാണ്. നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പോയിന്റ് 2,-3 ആൻഡ് 2,4. അപ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും? ഇവിടെ എം എന്തായിരിക്കും? y2 എന്ന് പറഞ്ഞാൽ 4 മൈനസ് y1 -3 ബൈ S2 എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? 2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ആരാണ്? 2. അപ്പോൾ മൈനസ് ജോയിൻ ചെയ്ത് പ്ലസ് ആവും. 4 + 3 7/2 - 2 എന്താണ്ടാ? 0. എനി നമ്പർ ബൈ 0. അപ്പോൾ 7/0 എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ഇൻഫിനിറ്റി ആണ്. എപ്പോഴാണ്? അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടി, ഇൻഫിനിറ്റി എന്ന് കിട്ടി. അപ്പോൾ എന്താണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്? സ്ലോപ്പ് കിട്ടി നമുക്ക് ഇനി ഇവിടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലേ? ടാൻ തീറ്റ ഈക്വൽ ടു 5. അപ്പോൾ എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? എപ്പോഴാണ് നമ്മൾ ടാൻ്റെ വാല്യൂ 5 ആകുന്നത്? തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കും കൂടാ? സ്വാഭാവികമായിട്ട് 90 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇറ്റ് മീൻസ് ദാറ്റ് ഈ ലൈൻ എന്താണ്? ഇത് ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും? എക്സ് ആക്സിസ്. ഇത് എക്സ് ആക്സിസ് ആണ്, ഞാൻ പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ലൈനായിരിക്കും ഇത്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4,1 ആൻഡ് 5,-2. അപ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും? y2 എന്ന് പറഞ്ഞാൽ -2 മൈനസ് y1 ആരാണ്ട? 1 ബൈ S2 മൈനസ് x1. x2 ആരാണ്ട? 5 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ -2 - 1 എന്ത് കിട്ടും? നമുക്ക് ആൻസർ -3 എന്ന് കിട്ടും. 5 - 4 1 എന്ന് കിട്ടും. അതായത് സ്ലോപ്പിൻ്റെ വാല്യൂ എത്രയാണ്ട? -3 ആണ്. സ്ലോപ്പ് -3 ആണ്. നമുക്ക് എന്ത് വേണം? നമുക്ക് ഇനി വേണ്ടത് എന്താണ്? ഗ്രേഡിയൻ്റ് ആണ് സ്ലോപ്പ്. നമുക്ക് വേണ്ടത് എന്താണ്? ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലേ? അതായത് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്ടാ? എം ആണ്. അപ്പോൾ ടാൻ തീറ്റ സ്ലോപ്പ് ഓൾറെഡി നമുക്ക് എന്തെന്ന് അറിയാം? -3 എന്നറിയാം. അങ്ങനെ ഈ തീറ്റ എന്തായിരിക്കും? ഈ ടാൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവൂടാ? ടാൻ ഇൻവേഴ്സ് -3 എന്നാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻസ്, ബാക്കി കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കത് അതുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നത് എല്ലാവരും ഗുഡ് ബൈ. എൻ്റെ ചാനൽ എന്ത് ചെയ്യുക? ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.